BB7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ബിഗ് ബോസിന് തന്നെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരേ ദിവസം 2 എവിക്ഷന് വേണ്ടിയുള്ള നോമിനേഷൻ നടക്കുന്നത്. മിഡ് വീക്ക് എവിക്ഷന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഷാരിക, സരിക, ഒനീൽ, അനീഷ്, രേണു സുധി, റെന ഫാത്തിമ കൂടാതെ ഭാഗ്യത്തിന്റെ പണിപ്പെട്ടി എന്ന ടാസ്കിലൂടെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വന്ന അക്ബർ, ഷാനവാസ് ഇവരെ 8 പേരെയും കൂടാതെ ബാക്കി 10 കണ്ടസ്റ്റൻസിൽ നിന്നുമാണ് സെക്കൻഡ് വീക്കിലേക്കുള്ള എവിക്ഷന് വേണ്ടിയുള്ള നോമിനേഷൻ നടക്കുന്നത്. ശരത്ത് നോമിനേറ്റ് ചെയ്തത് ശൈത്യയും നെവിനെയുമായിരുന്നു. രേണു സുധി നോമിനേറ്റ് ചെയ്തത് ജിസേലിനെയും ശരത്തിനെയും. ശൈത്യ നോമിനേറ്റ് ചെയ്തത് ജിസേലിനെയും ആദില ആൻഡ് നൂറയായിരുന്നു. ആദില ആൻഡ് നൂറ നോമിനേറ്റ് ചെയ്തത് ആര്യനെയും ജിസേലിനെയുമായിരുന്നു. നെവിൻ നോമിനേറ്റ് ചെയ്തത് ബിൻസി, ആദില ആൻഡ് നൂറ. ഷാരിക നോമിനേറ്റ് ചെയ്തത് അനുമോളെയും ശൈത്യയുമായിരുന്നു. ജിസേൽ നോമിനേറ്റ് ചെയ്തത് ബിന്നിയും അനുമോൾ. റെന ഫാത്തിമ നോമിനേറ്റ് ചെയ്തത് ബിൻസിയും ശൈത്യയുമായിരുന്നു. അഭിലാഷ് നോമിനേറ്റ് ചെയ്തത് ജിസേലിനെയും ശരത്തിനെയും. ബിന്നി നോമിനേറ്റ് ചെയ്തത് ആദില ആൻഡ് നൂറ, അനുമോൾ. ഒനിൽ നോമിനേറ്റ് ചെയ്തത് ബിന്നിനെയും ശരത്തിനെയും. ബിൻസി നോമിനേറ്റ് ചെയ്തത് അനുമോളെയും ശൈത്യയും. അക്ബർ നോമിനേറ്റ് ചെയ്തത് ശൈത്യയും നെവിനെയുമായിരുന്നു. സരിക നോമിനേറ്റ് ചെയ്തത് ആര്യനെയും അഭിലാഷിനെയും. ആര്യൻ നോമിനേറ്റ് ചെയ്തത് ബിന്നിയെയും നെവിനെയുമായിരുന്നു. അനുമോൾ നോമിനേറ്റ് ചെയ്തത് ബിന്നിയെയും നെവിനെയും. അനീഷ് ആകട്ടെ ശരത്തിനെയും ശൈത്യനെയുമായിരുന്നു നോമിനേറ്റ് ചെയ്തത്. അവസാനമായി ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് ശരത്തിനെയും ആര്യനെയുമായിരുന്നു. എല്ലാവരുടെയും നോമിനേഷന് ശേഷം 2 വോട്ടുകളോടുകൂടി ബിൻസിയും, 3 വോട്ടുകൾ വീതം ആര്യനും ആദില ആൻഡ് നൂറയും, 4 വോട്ടുകൾ വീതം അനുമോളും ബിൻസിയും ജിസേലും നെവിനും, 5 വോട്ടുകളോടുകൂടി ശരത്തും, 6 വോട്ടുകളോടുകൂടി ശൈത്യയുമാണ് ഈ ആഴ്ച എവിക്ഷൻ എത്തിയിരിക്കുന്നത്. ഇവരെ കൂടാതെ മിഡ് വീക്ക് എവിക്ഷന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട 6 പേരും ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വന്ന അക്ബറും ഷാനവാസും. 18 കണ്ടസ്റ്റൻസിൽ 17 കണ്ടസ്റ്റൻസും ഈ ആഴ്ച എവിക്ഷന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഭിലാഷ് മാത്രമാണ് ഒരു എവിക്ഷനിലും നോമിനേറ്റ് ചെയ്യപ്പെടാത്തത്. ഇതിൽ മിഡ് വീക്ക് എവിക്ഷൻ വോട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കില്ല. ഇവരുടെ ടാസ്കുകളിലുള്ള പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മിഡ് വീക്ക് എവിക്ഷൻ നടക്കുന്നത്. അതും ചൊവ്വാഴ്ചയ്ക്കും വ്യാഴാഴ്ചയ്ക്കും ഇടയിലൊരു ദിവസം 2 പേരായിരിക്കും ഈ 6 പേരിൽ നിന്നും ഔട്ടാകുന്നത്. എന്തായാലും ഈ ആഴ്ച സേഫ് ആയിട്ടുള്ള ഒരേ ഒരു പ്ലെയർ അഭിലാഷ് മാത്രമാണ്. ബാക്കി എല്ലാവരും ഡേഞ്ചർ സോണിലാണ്.